കഴിഞ്ഞിട്ടാണ്. സാധാരണ പിന്നെ ഈ പെരിക്കാർഡൈറ്റിസ് വരെ ഉടനെ വരാം. അത് പോസ്റ്റ് കാർഡിൽ ഇത് കഴിഞ്ഞിട്ട് ഉടനെ വരാം. അത് നമ്മൾ ഡ്രസ്ലെസ് സിൻഡ്രോം ഒന്നും പറയില്ല. അതേസമയം ഇത് MI കഴിഞ്ഞ് 1 വീക്ക് ടു 1 മന്തിൽ വരുന്നതാണ് ഡ്രസ്ലെസ് സിൻഡ്രോം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ഒറിജിൻ ആണ്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പിന്നെ MI വരുമ്പോൾ അതിനകത്ത് കുറെ മസിൽസിന്റെ കുറെ പ്രോട്ടീൻസ് പുറത്തേക്ക് വരുന്നു. ആ പ്രോട്ടീനെതിരെ ആന്റിബോഡി ഉണ്ടായി. ഈ ആന്റിബോഡി വന്നിട്ട് പെരിക്കാർഡൈറ്റൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഡ്രസ്ലെസ് സിൻഡ്രോം. അപ്പോൾ ഡ്രസ്ലെസ് സിൻഡ്രോം തന്നെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ആണെന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ഫീവർ പ്ലൂറൈറ്റിസ് പോളിസിറോസൈറ്റിസ്, അതായത് ഈ എന്താ പറയാ ഈ പിന്നെ പെരിക്കാർഡിയസിൽ മാത്രമല്ല വേറെ പല സിറോസ് ഉള്ള സ്ഥലങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. കാരണം എന്താണ്? ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. അതായത് ഈ ആന്റിജൻസ് വരെ ആന്റിബോഡി ഉണ്ടാകുന്നു. ഈ ആന്റിബോഡി പോയിട്ട് നിൽക്കുന്ന പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ കുറച്ചും കൂടി വൈൽഡ് സ്പ്രെഡ് ആയിരിക്കും. അതും കൂടി ഓർത്ത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എത്രത്തോളം ഇത് ക്വസ്റ്റ്യൻസ് ആസ്വദിച്ച് അങ്ങനെ ചോദിക്കില്ല. ചില പോയിന്റുകൾ നമുക്ക് ഇതറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ അക്യൂട്ട് ഏതാണ്ട് മനസ്സിലായില്ലേ? വാട്ടർ ബോട്ടിൽ സൈൻ, പിന്നെ ECG ചേഞ്ചസ്, മോസ്റ്റ് കോമൺ കോസ്, പിന്നെ ഡ്രസ്ലെസ് സിൻഡ്രോം. ഈ 4 പോയിന്റ് ഓർത്തിരിക്കണം. ഡ്രസ്ലെസ് സിൻഡ്രോം, ECG ചേഞ്ചസ്, പിന്നെ എക്സ്റേ ചേഞ്ച്, അതായത് വാട്ടർ ബോട്ടിൽ സൈൻ, പിന്നെ മോസ്റ്റ് കോമൺ കോസ്. ഇത്ര കാര്യങ്ങളെങ്കിലും ഈ അക്യൂട്ട് പിന്നെ പെരിക്കാർഡൈറ്റിസ് ഒക്കെ. ഇനി ക്രോണിക് പെരിക്കാർഡൈറ്റിസ് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ JVP ആയിട്ട് റിലേറ്റഡ് ടോപ്പിക് ആണ്. ഇത് ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഡ്രസ്ലെസ് സിൻഡ്രോമില് ഫ്യൂ വീക്സ് 1 വീക്ക് ഓർ ഫ്യൂ ഡേയ്സ് കഴിയുമ്പോഴാണ് MIയില് വരുന്നത്. പെരിക്കാർഡൈറ്റിസിൽ എങ്ങനെ? അല്ല, ഈ പെരിക്കാർഡൈറ്റിസിന് തന്നെയാണ് നമ്മൾ ഡ്രസ്ലെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഉടനെ പെരിക്കാർഡൈറ്റിസ് വരാം. അത് ഡ്രസ്ലെസ് സിൻഡ്രോം അല്ല. ഓക്കെ. അതായത് അതിന് പിന്നെ വേറെ പല കാരണം, അതായത് ഈ പെരിക്കാർഡിയത്തിന് ഇൻഫ്ലമേഷൻ ഇപ്പൊ MI കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഉടനെ തന്നെ വരാം. അത് ഇതല്ല. അതേസമയം നമ്മുടെ ഡ്രസ്ലെസ് സിൻഡ്രോമിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ മയോകാർഡിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മയോകാർഡിയത്തിൽ നിന്ന് കുറെ പ്രോട്ടീൻസ് പുറത്തേക്ക് വരും. ഈ പ്രോട്ടീൻസിനെതിരായിട്ട് ആന്റിബോഡീസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ആന്റിബോഡീസ് വന്നിട്ട് പെരിക്കാർഡിയത്തിനെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സിറോസെയോ പിന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ വരുന്ന പിന്നെ പെരിക്കാർഡൈറ്റിസിനെയാണ് നമ്മൾ ഡ്രസ്ലെസ് സിൻഡ്രോം എന്ന് പറയാം. എന്താ വെച്ചാൽ ഈ പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന പോലെ ഇത്ര സിമ്പിൾ സാധനമല്ല. ഒരു ഡെഡ്ലി ഡിസീസ് ആണ്. അത് ടൈംലി ഇന്റർവെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൾ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനും എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് ഡ്രസ്ലെസ് സിൻഡ്രോം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഡ്രസ്ലെസ് സിൻഡ്രോം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഈ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഒരു മോസ്റ്റ് കോമൺ കോസ് ആയിരുന്നു പണ്ടൊക്കെ ഇടത്തിന്. ഇപ്പൊ അത്രത്തോളം ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാഫി ഒക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടി ട്രീറ്റബിൾ ആണ്. പക്ഷെ പണ്ടൊക്കെ ഒരു കോംപ്ലിക്കേഷൻ പോലെ വരുന്നു അല്ലേ? അതെ. പിന്നെ ക്രോണിക്കിന്റെ ഞാൻ പറഞ്ഞു എന്താണ്? ഈ പെരിക്കാർഡിയൽ കാവിറ്റി അല്ലെ, നമ്മുടെ ഈ പെരിക്കാർഡിയൽ കാവിറ്റിയിൽ എന്ത് വരും? ഗ്രാനുലേഷൻ ടിഷ്യൂവും പിന്നെ ഗ്രാനുലോമ ടിഷ്യൂ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ സ്കാർ ഉണ്ടാവും, ചിലപ്പോൾ പിന്നെ കാൽസ്യം. ഇതൊക്കെ അതിന്റെ ഒരു എന്താണ് പറയാ ക്രോണിക് ഇൻഫ്ലമേഷന്റെ സീക്വലയാണ്. അതായത് ക്രോണിക് ആയിട്ട് TB ഒക്കെ കുറെ കാലം ചെറിയൊരു അക്യൂട്ട് ഇത് വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അക്യൂട്ട് വന്നു, അങ്ങനെ കുറെ കാലം അക്യൂട്ട് വരികയോ അല്ലെങ്കിൽ TB ഒക്കെ നേരെ കോമൺ ആയിട്ട് വരുമ്പോൾ TB എന്ന് പറഞ്ഞാൽ ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ ആണെന്ന് അറിയാലോ. അപ്പോൾ ഗ്രാനുലോമ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഗ്രാനുലോമ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഈ സ്പേസ് കംപ്ലീറ്റ് ഫില്ലായി പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊരു ഭയങ്കര ടൈറ്റ് തിക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ ഹാർട്ടിന്റെ പിന്നെ ചേമ്പേഴ്സ് ഒക്കെ റിലാക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് അതിന്റെ അപ്പൊ മോസ്റ്റ് കോമൺ കോസ് നേരത്തെ പോലെ TB ആണ്. റയർലി ഉണ്ടാകുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ SLE, ജോഗ്രൻ സിൻഡ്രോം ഒക്കെയാണ്. പിന്നെ മാലിഗ്നൻസി ഓഫ് ലങ്, ബ്രസ്റ്റ്, മീസോത്തീലിയോമ, ഹിസ്റ്റോപ്ലാസ്മോസിസ്, റേഡിയേഷൻ, ഇതൊക്കെയാണ് എന്താണ് CCPന്റെ കോമൺ കോസസ്. സാധാരണ മോസ്റ്റ് കോമൺ കോസ് ചോദിക്കാറുള്ളൂ. ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ല പ്രശ്നം എന്താ വെച്ചാൽ TB മാത്രം പഠിച്ച് ചിലപ്പം നമ്മൾ കൊടുക്കും. അപ്പം ചില TB മോസ്റ്റ് കോമൺ കോസ് ആണ്. കോസസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു ലിസ്റ്റ് അങ്ങ് ഇതുപോലത്തെ കണ്ടീഷനൊക്കെ ലിസ്റ്റ് ആക്കി വെച്ചേക്കാം. ഒന്ന് TB,
SLE എന്ന് പറഞ്ഞാൽ ഓട്ടോമിൻ ഡിസീസ് ലൈക്ക് SLE, ജോഗ്രൻസ്, IG4 ഡിസീസ്, പിന്നെ മാലിഗ്നൻസി ലൈക്ക് ലങ് മാലിഗ്നൻസി, ബ്രസ്റ്റ് മാലിഗ്നൻസി, മീസോത്തീലിയോമ. മീസോത്തീലിയോമ എവിടെ വരുന്നതാണ്? പ്ലൂറയിൽ വരുന്നതാണ്. അതിങ്ങോട്ട് ഇതിലേക്ക് വേണമെങ്കിൽ എന്ത് വരാം? സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ CCP വരാം. CCP എന്ന് പറഞ്ഞാൽ കൺജസ്റ്റീവ് ക്രോണിക് കൺജസ്റ്റീവ് പെരിക്കാർഡൈറ്റിസ് ആണ് CCP. ഓക്കെ. പിന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഇൻഫെക്ഷൻ ആണ് പെരിക്കാർഡൈറ്റിസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു കോമൺ ആണ്. ഏത് എന്താണ് പറയാ, ഈ പാരസൈറ്റ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്. പിന്നെ റേഡിയേഷൻ, റേഡിയേഷൻ. അപ്പൊ റേഡിയേഷൻ, ഹിസ്റ്റോപ്ലാസ്മോസിസ്, SLE, ജോഗ്രൻസ്, പിന്നെ മറ്റേ TB, ഇത്ര കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി ഹീമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തുക കേട്ടോ. ഇപ്പൊ ഈ കോഴ്സ് മനസ്സിലായില്ലേ ഏതാണ്ട്? പക്ഷെ നമ്മുടെ സമയം പിന്നെയും പോയില്ലേ, 32 സർ. അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിന്റെ മോസ്റ്റ് കോമൺ കോസ് ഒന്നും കൂടെ പറയാവോ? മോസ്റ്റ് കോമൺ കോസ് വൈറൽ ഇൻഫെക്ഷൻ, കോക്സാഷി വൈറസ്. TB വരുന്നത് ക്രോണിക് പെരിക്കാർഡൈറ്റിസിന്റെ. അതെ, ക്രോണിക് പെരിക്കാർഡൈറ്റിസിന് TB വരാം. അത് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. അക്യൂട്ടിൽ നമ്മൾ ഒരു ഇൻഫ്ലമേഷൻ മാത്രമേ ഉണ്ടാവും, ചെറിയൊരു എഫ്യൂഷൻ ഉണ്ടാവും. അത് വളരെ കൂടി കഴിഞ്ഞാൽ കാർഡിയാക് ടാമ്പറിലേക്ക് പോകും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അത് വിട്ടേക്കും. ക്രോണിക് ഇൻഫെക്ഷൻ ആണ്. അപ്പം ഈ ഗ്രാനുലോമ ഇത് എന്താ പറയാ, 2 ലെയർ ആയിട്ട് സഞ്ചി പോലെ ഇരിക്കുകയാണ്. ആ സഞ്ചിയുടെ ഇടയിലുള്ള സാധനം കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട് വിചാരിക്കുക. ആ ഫ്ലൂയിഡ് കട്ടി കൂടി കാൽസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലെയറും തമ്മിലുള്ള കട്ടി പിടിച്ച പോലെ ഇരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇതിനകത്തൊരു ഇൻട്രാ പിന്നെ പെരിക്കാർഡിയൽ നെഗറ്റീവ് പ്രഷർ ഉണ്ടാവില്ല. അങ്ങനെ നെഗറ്റീവ് പ്രഷർ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കാർഡിയാക് പിന്നെ ചാമ്പേഴ്സ് വലുതാവില്ല. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചെറുതാകാൻ വലുതാകാൻ വേണമല്ലോ, റിലാക്സ് ചെയ്യാൻ വേണം, കൺട്രാക്ട് ചെയ്യാൻ വേണം. ഇത് നടക്കാതിരിക്കുന്നതിനുള്ള കാരണമാണ് ഈ സാധനം. എന്ത്? ഈ പിന്നെ ക്രോണിക് പെരിക്കാർഡൈറ്റിസിൽ വരുന്ന കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രാനുലേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. പാടൻ എന്നോട് പറയുന്നതാണോ? അല്ല. ഓക്കെ. അപ്പം ഹീമോഡൈനാമിക്സിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഫാൾ ഓഫ് ഇൻട്രാതൊറാസിക് പ്രഷർ. നമ്മൾ ഇൻട്രാതൊറാസിക് പ്രഷർ കുറയുന്നു, നോട്ട് ട്രാൻസ്മിറ്റഡ് ടു ദ കാർഡിയാക് ചേമ്പേഴ്സ്. ഇപ്പൊ ഇൻട്രാതൊറാസിക് ചിത്രം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടേ. ഓക്കെ. ഈ ഇൻട്രാതൊറാസിക് പ്രഷർ കുറയുന്നു, പക്ഷെ അത് ഹാർട്ടിലേക്ക് വരുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹാർട്ടിലേക്ക് വരണ എന്ത് സംഭവിക്കണം? ഈ കാണുന്നുണ്ട്, ഇതാണ് നമ്മളെ ഹാർട്ട്, അതിന്റെ പെരിക്കാർഡിയൽ ഇതിപ്പോ പെരിക്കാർഡിയൽ സ്പേസിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടാണുള്ളത്. ഫ്ലൂയിഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇത് കാർഡിയാക് ടാമ്പണേറ്റ് ആണ്. അത് ചെറുതായിട്ട് വരുമ്പോഴാണ് പെരിക്കാർഡൈറ്റിസ് ആണ്. ഓക്കെ. അപ്പോൾ ഇൻട്രാതൊറാസിക് പ്രഷർ കുറയുന്നു, പക്ഷെ അത് ഹാർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഡിക്രീസ്ഡ് ഫില്ലിംഗ് ഇൻ റൈറ്റ് സൈഡ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷന്റെ സമയത്ത് റൈറ്റ് സൈഡ് ഫില്ല് ചെയ്യില്ല. ഇൻസ്പിറേഷൻ സമയത്ത് എന്ത് ചെയ്യണം? ശരിക്കും റൈറ്റ് സൈഡ് ഫില്ല് ചെയ്യണം, പക്ഷെ റൈറ്റ് സൈഡ് ഫില്ല് ചെയ്യില്ല. അപ്പൊ ഫാൾ ടു ദ JB ഫാൾ ഫെയിൽസ് ടു ഫാൾ വിത്ത് ഇൻസ്പിറേഷൻ. അപ്പൊ ഇത് റൈറ്റ് സൈഡ് പിന്നെ ഫില്ല് ചെയ്തിട്ടില്ല, എന്താ സംഭവിക്കാം? JVP താഴൂല. ഇൻസ്പിറേഷനിൽ സാധാരണ എന്ത് സംഭവിക്കണം? JVP കുറച്ച് കുറയണം, അല്ലേ? എന്തുകൊണ്ടാണ്? ഇൻസ്പിറേഷന്റെ സമയത്ത് സാധാരണ എന്ത് സമയം ഇത് ഡയലേറ്റഡ് ആയി എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് കൂടുതൽ ബ്ലഡ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിന്നെ ഗ്രേറ്റ് വെസൽസിൽ ബ്ലഡിന്റെ ലെവൽ കുറച്ച്, അതാണ് ഫെയിൽസ് താഴുന്നത്. അപ്പം പിന്നെ ഇത് കൺസ്റ്റിറ്റ്യൂട്ടീവ് പെരിക്കാർഡൈറ്റിസ് എന്ത് സംഭവിക്കും? ഇതിലേക്ക് ബ്ലഡ് നിറച്ച് ഈ പ്രഷർ ഡിഫറൻസ് ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ വരുന്ന എന്ത് സംഭവിക്കും? ഇതിൽ ബ്ലഡ് എന്ത് സംഭവിക്കില്ല എന്ന് അറിയൂല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് താഴോട്ടും വരില്ല. അങ്ങനെ താഴോട്ട് വരാതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്മോൾ സൈൻ. അപ്പൊ പെരിക്കാർഡൈറ്റിസിൽ എന്തുണ്ടായി? ക്രിസ്മോൾ സൈൻ എങ്ങനെയാണ് പെരിക്കാർഡൈറ്റിസിൽ വരുന്നത്? മനസ്സിലായില്ലേ? മനസ്സിലായില്ല? ഇല്ല എന്നാണോ? മനസ്സിലായി? എന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആർക്കെങ്കിലും? ഒന്നുകൂടി പറയണം. നമ്മൾ സാധാരണ ഇൻസ്പിറേഷനിൽ എന്താ സംഭവിക്കും? ഇതിപ്പം റൈറ്റ് ആട്രിയം വിചാരിക്കാം. അപ്പം സാധാരണ ഇൻസ്പിറേഷനിൽ നമ്മൾ ഈ ഇൻട്രാതൊറാസിക് പ്രഷർ കുറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പ്രഷറാണ്. അപ്പൊ ഇതിന് പുറത്തോട്ട് വലിക്കും, അല്ലെ? പുറത്തോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത് കുറച്ചും കൂടി വലുതാവും, അല്ലെ? ആട്രിയം കുറച്ചും കൂടി വലുതാവും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ആദ്യം ഇവിടെ വരെയായിരുന്നു നമ്മുടെ ലെവൽ ഉണ്ടായിരുന്നത്, അല്ലെ? ഇത് എന്താണ്? സുപ്പീരിയർ വീന കാവയാണ്. അത് കുറച്ചുകൂടി താഴും, അല്ലെ? ഇങ്ങനെ താഴാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രിസ്മോൾ സൈൻ എന്ന് പറയുന്നത്, അല്ലെ?
അങ്ങനെ സ്മോൾ സൈൻ ഇത് താഴാതിരിക്കണ എന്ത് വേണം? ഇത് വലുതാകരുത് അല്ലേ? ഈ സാധനം വലുതായാലല്ലേ ഇതിനകത്ത് ഈ ബ്ലഡ് താന്നോട്ട് വരുള്ളൂ അല്ലേ? ഇവിടെ നിൽക്കുന്ന ബ്ലഡ് ഇത് ഈ പിന്നെ ഏട്രിയം കുറച്ചും കൂടി വലുതായപ്പോൾ ഈ ബ്ലഡ് കുറച്ച് താഴോട്ട് വന്നു. അപ്പൊ ഈ ലെവൽ കുറഞ്ഞു. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇങ്ങനെ താഴാതെ വരുന്നതിനെയാണ് നമ്മൾ കുസ്മോൾ സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കുസ്മോൾ സൈൻ കാണുന്ന എങ്ങനെ? പെരിക്കാർഡൈറ്റിസിൽ എന്താ സംഭവിക്കുക? പെരിക്കാർഡൈറ്റിസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടുത്തുള്ള ഇതിന് പ്രശ്നങ്ങളുണ്ട്. അപ്പം വെച്ചാൽ ഇവിടുത്തുള്ള പ്രഷർ ഇതിന് ഇങ്ങോട്ട് എത്തൂല. അത് നമ്മുടെ ആട്രിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടൂല, ഇവിടെ വെച്ച് തടയും. അപ്പൊ ഇത് വലുതാവൂല എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസ്പിറേഷനിലേക്ക് പ്രഷർ ഇത് താഴൂല അല്ലേ? ഒന്നുകൂടി പറഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അങ്ങനെ താഴാതെ വരുമ്പോൾ അതുകൊണ്ടാണ് പെരിക്കാർഡൈറ്റിസ് നമ്മൾ കുസ്മോൾ സൈൻ കാണുന്നത്. ഓക്കെ. അപ്പൊ പെരിക്കാർഡൈറ്റിസിൽ ഏതാണ് കുസ്മോൾ സൈൻ എങ്ങനെയാണ് കാണുന്നത് മനസ്സിലായില്ലേ? അതൊരു ചോദ്യമാണ്. അത് ഇതിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ, കുസ്മോൾ സൈൻ ഈ കാർഡിയാക് ടാമ്പോണേറ്റിലാണ് കാണാതിരിക്കുന്നത്. അത് മാത്രമേ നമ്മുടെ ചോദ്യമുള്ളൂ. പക്ഷെ അത് നമുക്ക് കൺഫ്യൂഷൻ വരും കുറച്ച് പഠിച്ചു കഴിയുമ്പോഴേ, എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നുള്ളത്. ഈ കാർഡിയാക് ടാമ്പോണേറ്റിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മൊത്തത്തിൽ 4 ചാമ്പർ അല്ലേ? ഇതിനെ അങ്ങനെ കെട്ടിയ മാതിരി ഇവിടെ പിടിച്ച് ഇവിടെ ഇതിനകത്ത് നിറച്ച് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് അനങ്ങാൻ സമ്മതിക്കില്ല. അപ്പൊ റിലാക്സ് ചെയ്യാനേ പറ്റൂല. ഏതിന്? ഒരു ചാമ്പറിന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ എന്ത് സംഭവിക്കും? റിലാക്സേഷനിൽ ഒന്നും നടക്കില്ല. അപ്പൊ ആകെ ഇതിന് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മള് റൈറ്റ് ഏട്രിയം, സോറി കുറച്ച് മോശമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പറയുമ്പോൾ ഒന്നും കൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സമയം അതിക്രമിക്കുന്നു അല്ലെ? ഇത് നമ്മുടെ പിന്നെ സുപ്പീരിയർ വീന കാവ, ഇത് റൈറ്റ് ഏട്രിയം, ഇത് ഇൻഫീരിയർ വീന കാവ, ഇത് നമ്മുടെ പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ? റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം. ഈ ഇതിനെ നമ്മളിപ്പോൾ കാർഡിയാക് ടാമ്പോണേറ്റ് കാരണം ഇതിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അത് മൊത്തത്തിൽ ഇതിന്റെ വോളിയത്തിന് ഒരു മാറ്റവും വരില്ല. കാരണം വെച്ചാൽ പുറത്തേക്ക് ഇതിനെ വികസിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും? ഇത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഏട്രിയം കൺട്രാക്ട് ചെയ്തല്ലോ, അവിടേക്ക് കുറച്ച് ഈ വെൻട്രിക്കിളിന് വലുതാകാൻ പറ്റും. സോറി, ആട്രിയത്തിന് വലുതാകാൻ പറ്റും. വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏട്രിയം വരുമ്പോൾ കുറച്ച് ഫീലിംഗ് വരും. അങ്ങനെ വരുന്ന ഫീലിംഗ് ഏതാ? എക്സ് ഡിസെന്റ് അല്ലേ? ഓക്കെ, എക്സ് ഡിസെന്റ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ റിലാക്സ് ഇത് സാധാരണഗതിയിൽ ഫെയിൽ ടു ആവില്ല. എന്ത് സംഭവിക്കും? കുറച്ച് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പിറേഷനിൽ കുറച്ച് എന്ത് സംഭവിക്കും? ഫില്ലിങ് നടക്കുന്നതുകൊണ്ട് ഇത് JVP കുറച്ച് താഴും. ഈ JVP താഴാത്തതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? കുസ്മോൾ സൈൻ. അപ്പൊ കുസ്മോൾ സൈൻ ഈ കാർഡിയാക് ടാമ്പോണേറ്റിൽ കാണൂല. ഓക്കെ, കൺഫ്യൂഷൻ? ചിത്രം കണ്ട ആ കൺഫ്യൂഷൻ ആവും അല്ലെ? തിരിഞ്ഞിട്ടില്ല അല്ലെ? ഒന്നും കൂടി. ഇത് ആട്രിയം അല്ലെ? ഇത് വെൻട്രിക്കിൾ. ഓക്കെ, സാധാരണഗതിയിൽ ഇൻസ്പിറേഷനിൽ ഇത് കുറച്ചങ്ങ് വലുതാവും അല്ലെ? പക്ഷെ ഇതിന് ഇങ്ങോട്ടൊന്നും വലുതാകാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെയൊക്കെ കാർഡിയാക് ടാമ്പോണേറ്റ് കാരണം ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. കാരണം ഇവിടെ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് വലുതാകാൻ സ്ഥലമില്ല. ഇതിന് ആകെ വലുതാകാൻ പറ്റുന്ന എങ്ങോട്ടാ? ഇങ്ങോട്ട് മാത്രമാണ്. ഇങ്ങോട്ട് വലുതാണ് എന്ത് ചെയ്യണം? ഈ വെൻട്രിക്കിൾ കുറച്ചൊന്ന് കൺട്രാക്ട് ചെയ്ത് കൊടുക്കണം. അത് എപ്പോഴാണ് സംഭവിക്കുക? നമ്മളെ ഈ ഏട്രിയം ഡയലാറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മാക്സിമം ബ്ലഡ്, ഇതിൽ ബ്ലഡ് ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ബ്ലഡ് ഇതിൽ നിറഞ്ഞിരിക്കണം. അപ്പൊ മാക്സിമം ഇങ്ങോട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻസ്പിറേഷനിൽ മാക്സിമം ബ്ലഡ് ഫില്ല് ചെയ്യും. അതുകൊണ്ട് ഇൻസ്പിറേഷനിൽ എന്ത് സംഭവിക്കും? കാർഡിയാക് ടാമ്പോണേറ്റിൽ JVP താഴും. ഓക്കെ, ക്ലിയർ? നോട്ട് ക്ലിയർ ആണ് നോട്ട് ക്ലിയർ എന്ന് പറയണം. ക്ലിയർ? ഓക്കെ, അതോ എടുത്തോ? അപ്പം ഇതാണ് ഇതിൽ നടക്കുന്ന ക്രോണിക് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസ്. അപ്പൊ നമ്മൾ ഡിക്രീസ് ദ ഫില്ലിംഗ് ഇൻ ദ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസ്. അപ്പൊ ഇവിടെ പരമാവധി ഫില്ല് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ ഫില്ലിംഗ് കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള പമ്പിങ് കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? പൾസസ് പാരഡോക്സസ് കൂടും. അപ്പൊ ഇവിടെ എന്ത് സൈനും കൂടി വരും? പൾസസ് പാരഡോക്സസ് വരും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല അല്ലെ? ഇത് ഈ പെരിക്കാർഡൈറ്റിസിലും ടാമ്പോണേറ്റിലും ഒക്കെ സംഭവിക്കുന്ന കോമൺ സാധനമാണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ.
ഇതിലൊക്കെ സംഭവിക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡ് ഇൻസ്പിറേഷനിൽ റൈറ്റ് സൈഡിൽ കൂടുതൽ ബ്ലഡ് വരും. ആ കൂടുതൽ ബ്ലഡ് വരുമ്പോൾ ഈ സെപ്റ്റം ലെഫ്റ്റിലേക്ക് തള്ളും. ലെഫ്റ്റിലേക്ക് തള്ളുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ചെറുതാകും. ലെഫ്റ്റ് സൈഡ് ചെറുതാകുമ്പോൾ അതിനകത്ത് ബ്ലഡിന്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ അത് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ അളവ് കുറയും. അപ്പോൾ എന്ത് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് അയോട്ടയിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, പിന്നെ സ്ട്രോക്ക് വോളിയം കുറയും. ഇതൊക്കെയാണ് സംഭവിക്കുന്നതാണ്. അപ്പോൾ പ്രഷർ കുറയുന്നതിനാണ് നമ്മൾ ഇൻസ്പിറേഷനിൽ പ്രഷർ കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പൾസസ് പാരഡോക്സസ്. പൾസസ് പാരഡോക്സസ് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഈ ഇപ്പൊ കാണുന്നില്ല, ഈ കാണുന്ന എക്സാജറേറ്റഡ് ഇന്റർവെൻട്രിക്കുലർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. അതായത് ഇവിടെ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ, ഇത് സാധാരണ കുറച്ച് ഇൻസ്പിറേഷനിൽ ചെറുതായിട്ടുണ്ടാവും, അതിന് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സാജറേറ്റഡ് ഇന്റർവെൻട്രിക്കുലർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ വെൻട്രിക്കിൾ തമ്മിലൊരു ഈ ഇതിൽ ബ്ലഡ് നിറയണമെങ്കിൽ ഇത് ചെറുതായി കൊടുക്കണം. അതിനാണ് എക്സാജറേറ്റഡ് ഇന്റർവെൻട്രിക്കുലർ ഡിപ്പെൻഡൻസ്. ഇതാണ് പെരിക്കാർഡിയത്തിൽ. ഇത് വിട്ടേക്കും, അത് നിങ്ങൾ അത്ര ഇതായിട്ട് എടുക്കണ്ട. ഇതിനകത്ത് അടുത്ത വരുന്ന ഇമ്പോർട്ടൻസ് സാധനമാണ് സ്ക്വയർ. ഇത് പറഞ്ഞ് ഈ സ്ക്വയർ റൂട്ട് സൈൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. ഇതാണ് സ്ക്വയർ റൂട്ട് സൈൻ. സ്ക്വയർ റൂട്ട് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ പിന്നെ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നു അല്ലെ. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം നടക്കുന്ന എന്താണ്? ഐസോമെട്രിക് റിലാക്സേഷൻ പീരീഡ്. അതായത് രണ്ട് പിന്നെ നമ്മുടെ വാൾവുകളും അടഞ്ഞുകൊണ്ട് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യണം. അപ്പൊ ഇതെന്താ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? സ്ക്വയർ റൂട്ട് സൈൻ ചോദിക്കും, നമ്മൾ അത് അറിഞ്ഞു. സ്ക്വയർ റൂട്ട് സൈൻ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നതാണ് ഇതിൽ കാണുക. കാർഡിയാറ്റിസിന്റെ സാധാരണ ചോദിക്കാറുള്ളൂ, പക്ഷെ ചില സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കുലർ പ്രഷർ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർവെൻട്രിക്കുലർ പ്രഷർ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ റൈറ്റ് വെൻട്രിക്കിൾ വെൻട്രിക്കുലർ പ്രഷർ. ആദ്യം നമ്മൾ ഐസോമെട്രിക് റിലാക്സേഷൻ പീരീഡിൽ കുറയുക ചെയ്യുക. കാരണം വെച്ചാൽ അതിനകത്ത് ബ്ലഡ് വരുന്നില്ല, റിലാക്സ് ചെയ്യുന്നു. വോളിയം ബ്ലഡ് വരാതെ റിലാക്സ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും. പിന്നെ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാകും. കാരണം വെച്ചാൽ ഇത് പിന്നെ കൂടുതൽ ഇതിന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ എന്താ പറയാ, പെരിക്കാർഡൈറ്റിസോ അല്ലെങ്കിൽ പെരിക്കാർഡൈറ്റിസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അതിന് ചുറ്റും ഹാർട്ടിന്റെ ചുറ്റും പെരിക്കാർഡിയം കുറച്ച് തിക്കണ്ടായിരിക്കും, അത് റിലാക്സ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ അതിന്റെ ഫസ്റ്റ് 1/3 സമയത്ത് പെട്ടെന്ന് ബ്ലഡ് ഫ്ലിറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ പെട്ടെന്ന് കൂടും. അതിന് വൈ ഡിസെന്റ് പെട്ടെന്ന് വൈ ഡിസെന്റ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ഈ സാധനം, അതായത് പിന്നെ പ്രഷർ അതിന് പിന്നെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രഷർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതിനാണ് സ്ക്വയർ റൂട്ട് സൈൻ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് സൈൻ എപ്പോഴും ഇതിലെ കാണാനവർക്കോ പറയാമോ? ക്രോണിക് പെരിക്കാർഡൈറ്റിസിലാണ് സ്ക്വയർ റൂട്ട് സൈൻ കാണുന്നത്. ഓക്കെ ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അല്ല, ഇതെന്താ വെച്ചാൽ നമ്മള് വെൻട്രിക്കിളില് പ്രഷർ വരാന്നല്ലോ. വെൻട്രിക്കിളിലെ പ്രഷറിനെ നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഒരു ഗ്രാഫ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാണ്, അത്രേ ചെയ്യുന്നുള്ളൂ. അതപ്പോ നമ്മള് ആദ്യം നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാല് അത് ഐസോമെട്രിക് റിലാക്സേഷൻ പീരീഡ് ഉണ്ടല്ലോ. നമ്മുടെ പിന്നെ അയോട്ടയിലേക്കുള്ള വാൾവും ഈ ആർട്ടറിയത്തിലേക്കുള്ള വാൾവും ക്ലോസ്ഡ് ആണ്. എന്നിട്ട് ഇത് ഇങ്ങനെ റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ വോളിയം പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മള് താഴോട്ടൊരു പ്രഷർ കുറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ഇത് ഓപ്പൺ ആയി. ഏത്? ആട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഓപ്പൺ ആയി. അപ്പൊ ബ്ലഡ് ഇങ്ങോട്ട് വരുന്നു അല്ലെ. അപ്പൊ പെട്ടെന്ന് ബ്ലഡ് മുഴുവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഈ റിലാക്സ് ചെയ്ത് സാധാരണ ലെവലിലേക്ക് എത്തി. അതായത് നമ്മുടെ പെരിക്കാർഡിയത്തിന്റെ അടുത്ത് വരെ എത്തി. അത് പെട്ടെന്നൊരു ഷാർപ്പ് റൈസ്. പിന്നെ അങ്ങോട്ട് പോകില്ല. കാരണം എന്താണ്? പെരിക്കാർഡിയം സ്റ്റിഫാണ്, കാൽസിഫൈഡ് ആണ്, സ്റ്റിഫാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ അങ്ങനെ തന്നെ നിൽക്കും. അങ്ങോട്ട് പിന്നെ ബ്ലഡ് വരില്ല. അതാണ് സ്ക്വയർ റൂട്ട് സൈൻ. ഓക്കെ, ഇത്ര മാത്രം ഓർത്താൽ മതി. സ്ക്വയർ റൂട്ട് സൈൻ കാണുന്നത് ക്രോണിക് പെരിക്കാർഡൈറ്റിസിലാണ് എന്നാണ് സാധാരണ രീതിയിൽ ചോദിക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഇതിന്റെ, പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയും പല സ്ഥലങ്ങളും അത് ഉപയോഗപ്പെടുന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്, സമയമുള്ളത്. അപ്പോൾ സ്ക്വയർ റൂട്ട് സൈൻ ഇസ് എ ഫീച്ചർ ഓഫ് ക്രോണിക് പെരിക്കാർഡൈറ്റിസ്. ഇറ്റ് ഈസ് ദ പ്രഷർ പ്ലോട്ടിംഗ് ഗ്രാഫ് ഓഫ് വെൻട്രിക്കിൾ. വെൻട്രിക്കിളിന്റെ പ്രഷർ പ്ലോട്ട് ചെയ്യുന്നതാണ്. അതിൽ കാണുന്നത് ഐസോമെട്രിക് റിലാക്സേഷൻ പീരീഡ് ആണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം വേണമെങ്കിൽ. ഈ മുകളിലേക്ക് പോകുന്നത് എന്താണ്? പിന്നെ വെൻട്രിക്കുലർ ഫില്ലിംഗ് ആണ്. ഇത് പെരിക്കാർഡൈറ്റിസിൽ പിന്നെ ഫില്ല് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ. അപ്പോൾ അക്യൂട്ട് പെരിക്കാർഡൈറ്റിസിലെ ഒരു ക്രോണിക് പെരിക്കാർഡൈറ്റിസിലെ ഒരു ഫീച്ചർ പഠിച്ചില്ലേ? ഏതാണ്? പിന്നെ ഇത് ടാമ്പണൈഡിലാണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് സൈൻ. പിന്നെ അടുത്തതാണ് കാർഡിയാക് ടാമ്പണൈഡ്. കാർഡിയാക് ടാമ്പണൈഡ്
സോറി 3:36 കാര്യം ടൈമിനോട് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് എനിക്ക് തോന്നുന്നത് മറന്നു പോകാനും ഇതാണല്ലോ. കാർഡിയക് ടൈമിനോട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ കൊണ്ടോ മറ്റ് ബ്ലീഡിങ് പിന്നെ ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ ഈ പെരിക്കാർഡിയൽ സ്പേസിൽ അങ്ങനെ എന്ന് വെച്ചാൽ ഈ ഹാർട്ട് 4 സ്ഥലത്തു നിന്നും പിടിച്ച് ഞെക്കി പിടിച്ച മാതിരിയാണ്. അതിന് ഒരു തരത്തിലും അനങ്ങാൻ പറ്റില്ല. പെരിക്കാർഡിയസിൽ കുറച്ചെങ്കിലും പിന്നെ എന്താ പറയാൻ പറ്റും, റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. പിന്നെ ആട്രിയം എപ്പോഴെങ്കിലും ബ്ലഡ് ഈ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരണമെങ്കിൽ അത് ഈ കൺട്രാക്ഷന്റെ പീരീഡിൽ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അത് ഓർത്ത് വെക്കുക. ഇതിന് ഒരു തരത്തിലുള്ള റിലാക്സേഷൻ അനുവദനീയമല്ല, റിലാക്സേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പിന്നെ പക്ഷേ നമുക്ക് എന്തായാലും ബ്ലഡ് പമ്പ് ചെയ്തല്ലേ പറ്റും. പിന്നെ പേഷ്യന്റിന് ജീവിക്കണമെങ്കിൽ ബ്ലഡ് കിട്ടിയേ പറ്റുള്ളൂ. അത് പരമാവധി നടക്കുന്നത് എപ്പോഴാണ്? വെൻട്രിക്കുലർ കൺട്രാക്ഷന്റെ പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ് ഡിസെൻഡ് ഉണ്ടാവും, വൈ ഡിസെൻഡ് ഉണ്ടാവുകയില്ല. അത് ഓർത്ത് വെക്കുക. എക്സ് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റോളിൽ നടക്കുന്നതാണ്. സിസ്റ്റോളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ബ്ലഡ് കൺട്രാക്ഷൻ പീരീഡിൽ ഇങ്ങോട്ട് വരുന്നതാണ്. ഡയസ്റ്റോളിൽ നടക്കുന്നതാണ് വൈ ഡിസെൻഡ്, അതായത് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യാണ്. മറ്റേത് എന്താണ്? ഈ ആട്രിയത്തിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യുന്നത്. ആട്രിയത്തിലേക്ക് നേരിട്ട് ബ്ലഡ് ഫില്ല് ചെയ്യണം, പക്ഷെ വെൻട്രിക്കിളായിട്ട് ബന്ധമില്ല. അപ്പൊ എന്താ വെച്ചാൽ വെൻട്രിക്കിളിന് വേണമെങ്കിൽ ഒന്ന് ചുരുങ്ങി കൊടുക്കാം. അങ്ങനെ ചുരുങ്ങി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റൈറ്റ് ആട്രിയത്തിലേക്ക് കുറച്ച് ബ്ലഡ് വരും. കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കാർഡിയാക് ടൈമിൽ ആകെ കിട്ടിയ ബ്ലഡ് ഏത് സമയത്താണ്? ആ ഒറ്റ പോയിന്റ് ആണ് ഇതിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ആ കൺട്രാക്ഷൻ സമയത്ത് മാത്രമേ, അതാണ് എക്സ് ഡിസെൻഡ്. എക്സ് ഡിസെൻഡ് മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ, അല്ലെ? വൈ ഡിസെൻഡിനെ പറ്റി ചിന്തിക്കുക വേണ്ട, അല്ലെ? ഏതില്? കാർഡിയാക് ടൈമിൽ. അപ്പൊ എക്സ് ഡിസെൻഡ് ഉണ്ട്, വൈ ഡിസെൻഡ്. ഇതാ ചോദിക്കില്ല. ഈ ചാർജ് മാത്രം എക്സ് ഡിസെൻഡ് നമുക്ക് കാണാപ്പാടം പഠിച്ചിട്ട് വേണം എഴുതാം. പക്ഷെ എത്രത്തോളം എനിക്കറിയില്ല പോസിബിൾ ആണെന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും. ഇത് നമ്മൾ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. കാർഡിയാക് ടൈമിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കി തീരാന്ന് പ്രശ്നമുള്ളൂ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് വികസിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിനകത്ത് നിന്നുകൊണ്ടുള്ള ഫില്ലിങ്ങേ നടക്കുള്ളൂ. അങ്ങനെ നടക്കുന്ന ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആട്രിയം ഫില്ല് ചെയ്യുന്നപ്പോഴാണ് ഈ വെൻട്രിക്കിൾ കുറച്ച് കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് ആട്രിയത്തിന് ഫില്ല് ചെയ്ത് വരാം. അതേസമയം ഈ വൈ ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തുറന്നിട്ട് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരുമ്പോഴാണ് ഇവിടെ വൈ ഡിസെൻഡ് വരുന്നത്. അപ്പൊ വെൻട്രിക്കിൾ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? റിലാക്സ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വൈ ഡിസെൻഡ് ഉണ്ടാവില്ല. അപ്പൊ കാർഡിയക് ടാമ്പണേറ്റിന്റെ എന്തൊക്കെയാണ്? ക്യാരക്ടറൈസ്ഡ് വിത്ത് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ആണ്. പിന്നെ വീനസ് റിട്ടേൺ കൺഫ്ലൈൻ ടു സിസ്റ്റോൾ വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് ഡയസ്റ്റോളിക് ഫില്ലിംഗ്. അതാണ് ആ പോയിന്റ് എഴുതി വെച്ച. പിന്നെ വീനസ് റിട്ടേൺ കൺഫൈൻഡ് ടു സിസ്റ്റോൾ വിത്ത് കംപ്ലീറ്റ് ലോസ് ഓഫ് ഡയസ്റ്റോളിക് ഫില്ലിംഗ്. അതാണ് അതിൻ്റെ അകത്തെ ഈ നമ്മുടെ JVPന്റെ അല്ലെങ്കിൽ ആ പോയിന്റ് അവിടെയാണ്. വൈഡിസെന്റ് എക്സസൈസ് നമുക്ക് മനസ്സിലാവുന്ന ഏക പോയിന്റ് അതാണ്. ലെഫ്റ്റ് വെൻട്രിക്കുലർ സ്ട്രോക്ക് വോളിയം ഈസ് മാസീവ്ലി ഡിക്രീസ്, അല്ലെ? എന്താ സംഭവിക്കാം? നേരത്തെ പറഞ്ഞ സാധനം, അല്ലെ? എവിടെ ചിത്രം? ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഈ എക്സ്ട്രാ അടക്കം വരുന്നതിലാണ്. ഇത് സാധാരണഗതിയിൽ ചെറിയത് എന്താ വെച്ചാൽ മാസീവ്ലി ഡിക്രീസ് ചെയ്യും. കാരണം ഇൻസ്പിറേഷനിൽ കംപ്ലീറ്റ് ബ്ലഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഇങ്ങോട്ട് കംപ്ലീറ്റ് അടഞ്ഞു. അപ്പൊ ഇതിൽ ഭയങ്കരമായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫില്ലിങ് കുറയും. അപ്പൊ എന്താ വെച്ചാൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കുറയും. പിന്നെ എന്താ സംഭവം? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. JVP റൈസ് ചെയ്യും. പിന്നെ മഫിൾഡ് ഹാർട്ട് സൗണ്ട്. എന്താണ് മഫിൾഡ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകാനുള്ള കാരണം? എന്താ? ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു ഫ്ലൂയിഡ്. അപ്പം ഹാർട്ട് സൗണ്ട് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. ക്രിസ്മോൾ സൈൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ക്രിസ്മോൾ സൈൻ നമ്മൾ സാധാരണ ബാക്കി എല്ലാത്തിലും പോസിറ്റീവ് ആണ്, ഇതിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത്ര കാര്യം മനസ്സിലായില്ലേ? ക്ലിയർ? ഇതിന്റെ 3 പോയിന്റ് അതൊക്കെയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മനസ്സിലായില്ലെങ്കിൽ ഒരു ഇതും കൂടി ഈ ഇതും പിന്നെ എന്താണ് ഡയലേറ്റഡ് ഇതൊന്ന് വായിക്കുക നിങ്ങൾ. എന്നിട്ട് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും കൂടി നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ സമയം പോയി 3-4 ക്വസ്റ്റ്യൻ തന്നിട്ടൊന്നുമല്ല. ഓൾ ഓഫ് ദ ഫോളോയിങ് ഫേസസ് ഓഫ് ജുഗുലാർ വീനസ് പൾസ് ആൻഡ് ദെയർ കോസസ് ആർ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ചെയ്തിരുന്നോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണോ? ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ എല്ലാവരും? ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞോളൂ.
Yes, sir. Question കാണുന്നുണ്ട്. ഒരാൾ ആൻസർ പറയുമോ? എ വേവ് എന്താണ്? സി വേവ് എന്തിനാണ്? ഏതായാലും തെറ്റ്. സി വേവ് ഏതിലാ? എയർടെൽ സിസ്റ്റോളാണോ? bulging of tricuspid ബൾജിങ്ങിന്റെ Exactly. അപ്പം സി വേവ് തെറ്റ്. എ ആണെങ്കിലും തെറ്റ് അല്ലേ? ഏതാണ് തെറ്റ്? എക്സെപ്റ്റ് ബാക്കിയെല്ലാം ശരി. എക്സ് ഡിസെൻഡ് എന്ന് പറയുന്നത് ആട്രിയൽ റിലാക്സേഷൻ ആണ്. വി വൈ ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് എംപ്റ്റിംഗ് ടു റൈറ്റ് ആട്രിയം ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ ആണ്. അത് ശരിയാണ്. വൈ എ അസെൻഡ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ഓഫ് റൈറ്റ് ആട്രിയം ആണ് അല്ലെ? വൈ എ അസെൻഡ് ഫില്ലിംഗ് ഓഫ് റൈറ്റ് ആട്രിയം ഫ്രം ദ വീന കാവ. വൈ എ അങ്ങനെയാണോ? വൈ എ അസെൻഡ് എന്ന് പറയുന്നത് കൺട്രാക്ഷൻ അല്ലേ പറയുന്നത് അല്ലേ ശരിക്കും? എട്രൽ കൺട്രാക്ഷൻ റൈറ്റ് ആട്രിയം ഫില്ലിംഗ് ഓഫ് റൈറ്റ് ആട്രിയം ഫ്രം ദ വീന കാവ. ശരിയാണ്. അതായത് കൺട്രാക്ട് ചെയ്യും അല്ല, അത് വൈ ഡിസെൻഡ് ഇതല്ലേ? പിന്നെ ഫില്ലിംഗ് വരുന്നത് വി വേവ് അല്ലേ? അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് നോക്കിക്കോണം കേട്ടോ. വി വേവ് അല്ലേ നമ്മൾ ഫില്ലിംഗ് ഓഫ് ആട്രിയം പറയുന്നത് അല്ലെ? എ വേവ് എന്ന് പറയുന്നത് ശരിക്കും കൺട്രാക്ഷൻ അല്ലേ? എട്രൽ കൺട്രാക്ഷൻ ആണ്. അപ്പൊ രണ്ടും തെറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫൈൻഡിങ് ഇൻ JVP? കെനോൺ വേവ്, കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. ശരിയാണോ? സ്ലോ വി വൈ ഡിസെൻഡ്, ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എ വൈ പിന്നെ സ്ലോ വി വൈ എന്ന് പറയുന്നത് എന്താണ്? എവിടുന്നാണ് വൈ ഡിസെൻഡ് വരുന്നത്? എങ്ങനെയാണ്? MTA. അപ്പൊ ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷനിൽ എന്താ സംഭവിക്കാം? റീഗർജിറ്റേഷൻ ചെയ്യാം. അതായത് പിന്നെ സ്ലോ അല്ല, കുറച്ച് സ്പീഡ് തന്നെ ആയിരിക്കില്ലേ? സ്ലോ വരുന്നത് ട്രൈക്കപ്സിഡ് ഇതിലാണ് വരിക, മറ്റെന്താ പിന്നെ സ്റ്റീനോസിസിലാണ് സ്ലോ ആകുക അല്ലെ? പ്രയച്ച വരിക വെച്ചാൽ ബ്ലഡ് കുറച്ച് വരുന്ന സമയത്ത് എങ്ങനെയാ? മനസ്സിലായില്ല? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സ്റ്റീനോസിസ് ആകുമ്പോൾ വെച്ചാൽ കുറച്ച് ബ്ലഡ് അല്ലേ വരും, പതുക്കെ ഡിസെൻഡ് ഉണ്ടാവും. ജൈന്റ് സി വേവ്, ട്രൈക്കപ്സിഡ് സ്റ്റീനോസിസ് ഇല്ല, അതും പറയുന്നത്. ഇൻക്രീസ്ഡ് JVP വിത്ത് പ്രൊമിനന്റ് പൾസേഷൻ, SAV ഒബ്സ്ട്രക്ഷൻ, അതും തെറ്റാണ്. ഏതാണ് ശരി? കറക്റ്റ് ഏതാ? കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ അല്ലെ? ജൈന്റ് എ വേവ് ഇൻ JVP occurs in all except giant A wave, junctional rhythm, pulmonary hypertension, tricuspid regurgitation, complete heart block. Junctional hypertension, pulmonary hypertension, complete heart block, tricuspid regurgitation ആയിരിക്കും. ജയന്റ് ഇത് ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷനിൽ കുറച്ചുകൂടി പ്രോമിനന്റ്, അതിലൊക്കെയാണ് പിന്നെയും ജയന്റ് വരിക. ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷനിൽ JVP കുറച്ചും കൂടി കൂടും അല്ലെ? പിന്നെ ജംഗ്ഷണൽ ഇതൊക്കെ ജയന്റിനാണ്. മറ്റേതെന്താണ്? പ്രോമിനന്റ് ആണ്. പ്രോമിനന്റ് ആണ് അല്ലെ? മറ്റൊക്കെ ജയന്റ് ആണ്. പക്ഷെ ഇതില് ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ശരിക്കും പൾമനറി ഹൈപ്പർടെൻഷനും അതിൽ വരില്ല. പൾമനറി ഹൈപ്പർടെൻഷനിലും ഏതാണ്ട് പ്രോമിനന്റ് ആവുള്ളൂ. എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ എക്സെപ്റ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൾമനറിലും കാണുന്നുണ്ടെന്നല്ലേ അവർ പറയുന്നത്. ട്രൈക്കസ്പിഡ് പറയുമ്പോൾ പൾമനറി ട്രൈക്കസ്പിഡിലും പിന്നെ ജയന്റ് അല്ല, ഏതാണ്ട് പിന്നെ എന്താ പറയാ, മറ്റേ പ്രൊമിനന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രൊമിനന്റ് എ വേവ്സ്. അപ്പൊ ഇത് പഠിക്കും വന്നോണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടാവും. കാരണം വെച്ചാൽ ചെറിയ കൺഫ്യൂഷൻ ചിലപ്പം എന്താ പറയാ, ചില ബുക്കിലൊക്കെ ഏതെങ്കിലും ബുക്കിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കൺസെപ്റ്റ് വൈസ് അല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നതല്ലാതെ ചില ബുക്കുകളിൽ ചില അങ്ങനെയാണ് നമ്മളെ ഈ PGയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്സിലുള്ള കോട്ടിങ് നമ്മൾ വായിച്ചിട്ടുണ്ടോ അറിയാം. അപ്പൊ അതുണ്ടെങ്കിൽ അത് അവർ ശരിയായിട്ട് എടുക്കും. PSCയിലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ സാധാരണ ഗതിയിൽ PSCയിൽ പിന്നെ ഒഴിവാക്കുക ചെയ്യാറ്, ക്വസ്റ്റ്യൻ ഒഴിവാക്കുക ചെയ്യാറ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോൾ. JVP A wave is absent in atrial fibrillation, mitral stenosis, tricuspid ataxia, atrial fibrillation. Atrial fibrillation.
Yes, yes. C wave in JVP is due to Tricuspid valve bulging. check. C wave in JVP indicates other answer. Typical JVP finding in cardiac tamponade. Absent Y descent. Absent Y descent. Absent Y descent. Okay, prominent A wave ഉണ്ടാവാം. Absent A wave ഒന്നും അല്ല. Prominent absent Y wave. Okay. Absent Y wave. Okay. അപ്പൊ പ്രൊമിനന്റ് അത് ക്ലിയർ, അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പറഞ്ഞാലേ, അത് ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണോ? റാപ്പിഡ് എക്സ് ഡിസെന്റ് അൺലൈക്ലി ഇൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇതൊന്നും അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ടാമ്പോണൈഡില് റാപ്പിഡ് ആയിരിക്കും. കാരണം കാർഡിയക് ടാമ്പോണൈഡിൽ ഏറ്റവും റാപ്പിഡ് ആയിരിക്കും. കാരണം വെച്ചാൽ ആകെ ഈ എക്സ് ഡിസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ സിസ്റ്റോളിക്കലല്ലേ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ RVMI ആണ്, റൈറ്റ് വെൻട്രിക്കുലർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും ആൻസർ. കാരണം വെച്ചാൽ ബാക്കിയെല്ലാം പിന്നെ എന്താ പറയാ, ഡയസ്റ്റോളിക് പ്രശ്നങ്ങളാണ്. കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസിൽ ഡയസ്റ്റോളിക് പ്രശ്നമുണ്ട്. കാർഡിയക് ഡയസ്റ്റോൾ നടക്കൂല. റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതിയിലും എന്ത് നടക്കൂല, ഡയസ്റ്റോൾ നടക്കൂല. ആകെ ഡയസ്റ്റോൾ കുറച്ചെങ്കിലും നടക്കുക RVMI ആയി ക്യാൻസർ. 230. മനസ്സിലായോ പറഞ്ഞത് എന്താണ്? അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേറെ എന്ത് സൗണ്ട് വരുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യാന്ന് വെച്ചാല്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതിൽ, അതായത് നമ്മുടെ എക്സ് ഡിസെന്റും വൈ ഡിസെന്റും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എക്സ് ഡിസെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റോളിക് വെൻട്രിക്കുലർ സിസ്റ്റോളിൽ നടക്കുന്നതാണ്. മറ്റത് വൈ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ ഡയസ്റ്റോളിലാണ് നടക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ സിസ്റ്റോളിൽ നടക്കുന്ന ഏതൊക്കെയാന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏതാണ് ആൻസർ ഇതിന് പറയാൻ പറ്റുക. ഓക്കെ, ഓൾ ഫീച്ചേഴ്സ് സീൻ ഇൻ കാർഡിയാക് ടാമ്പോണൈഡ് ഏതാണ്? JVP കൂടുവോ? Small sign. സ്മോൾ സൈൻ. JVP കൂടുവോ? റാപ്പിഡ് വൈ ഡിസെന്റ്. റാപ്പിഡ് വൈ ഡിസെന്റ് ആബ്സെന്റ്. വൈ ഡിസെന്റ് ആബ്സെന്റ് ആണ്. പക്ഷെ റാപ്പിഡ് അതിലൊരു ഇതെന്താണെന്നറിയോ? ഇതിൽ നമ്മൾ സാധാരണ പറയാ നോർമൽ എക്സ് ഡിസെന്റ് ആൻഡ് റാപ്പിഡ് വൈ ഡിസെന്റ് എന്നാ പറയാ. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ആദ്യം നമ്മള് ആട്രിയൽ ഫില്ലിംഗ്, വെൻട്രിക്കുലർ ഫില്ലിംഗ് ബൈ ആട്രിയൽ കൺട്രാക്ഷൻ അല്ലേ നമ്മള് പിന്നെ വൈ ഡിസെന്റ് എന്ന് പറയുന്നത്. അതായത് വെൻട്രിക്കുലർ. അപ്പൊ ഫസ്റ്റിൽ എന്താ സംഭവിക്കാം? ഫസ്റ്റിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ആദ്യം ഈ റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള ബ്ലഡ് മുഴുവൻ വരും. അപ്പൊ റാപ്പിഡ് ആയിട്ട് ഒരു വൈ ഡിസെന്റ് ഉണ്ടാവും. പിന്നെ അത് പിന്നെ എന്താണ് പറയാ, ഈ പെരിക്കാർഡിയത്തിന്റെ അപ്പുറത്തേക്ക് റിലാക്സ് ചെയ്യുമ്പോഴേ എന്ത് സംഭവിക്കാന്നുള്ളത് നമ്മളെ സ്ക്വയർ റൂട്ട് സൈൻ ഇല്ലേ, അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ റാപ്പിഡ് വൈ ഡിസെന്റ് ആണ് ഉണ്ടാകാം. അത് മനസ്സിലായില്ല? നമ്മള് ഫസ്റ്റ് തന്നെ കൺട്രാക്ട് ചെയ്തിരിക്കല്ലേ അല്ലെ? വെൻട്രിക്കിള് കൺട്രാക്ട് ചെയ്തിരിക്കുന്നു, പിന്നെ വെൻട്രിക്കിള് കൺട്രാക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ആട്രിയം ഇത് തുറക്കുന്നു. അതായത് ഇവിടുത്തെ പ്രഷർ കൂടുന്നതനുസരിച്ച് ഇവിടെ തുറക്കും. റിലാക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക പ്രഷറിൽ ഇത് തുറക്കുന്നു അല്ലെ? തുറക്കുന്നതോട് കൂടിയിട്ട് ആ സമയത്ത് കുറെ ബ്ലഡ് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇത് റിലാക്സ് ചെയ്ത് എത്തുന്നു. എവിടെ വരെ എത്തും? നമ്മുടെ പെരിക്കാർഡിയം എവിടെയാണോ അവിടെ വരെ എത്തും അല്ലെ? പിന്നെ അങ്ങോട്ട് റിലാക്സ് ചെയ്യും. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഒരു വൈ ഡിസെന്റ്, പെട്ടെന്ന് വൈ ഡിസെന്റ് ഉണ്ടാവും. മുഴുവൻ ഡിസെന്റ് ചെയ്യില്ല, പിന്നെ ഇങ്ങനെ പോകും. ഓക്കെ, അതുകൊണ്ട് റാപ്പിഡ് വൈ ഡിസെന്റ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ?
ഓക്കെ. മനസ്സിലായില്ല? ക്ലിയർ ആണോ? അല്ലെങ്കിൽ അല്ലാന്ന് പറ. ക്ലിയർ അല്ലെങ്കിൽ അല്ലാന്ന് പറയണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു സർ. All features seen in cardiac tamponade except. ഓക്കെ. റൈസിൽ JVP വരുന്നുണ്ടോ? റൈസിൻ JVP ഉണ്ടാവും. സ്മോൾ സൈൻ ഓക്കെ. ആബ്സെന്റ്. ഓക്കെ. എക്സ്ട്രാ ഏതൊക്കെയാണ്? ഹൈപ്പോടെൻഷൻ, JVP, റൈസ് ഇൻക്രീസ് JVP, മഫിൾഡ് ഹാർട്ട് സൗണ്ട്, ടാക്കിക്കാർഡിയ. അല്ലാത്ത ഏതാ? ടാക്കിക്കാർഡിയ. സോ ഇതിലൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതില് പിന്നെ ആൻസർ ആണ് റാപ്പിഡ് വൈഡിസെന്റ് അല്ലെ? എക്സെപ്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? വൈഡിസെന്റ് ഇല്ലാത്തത്, ബാക്കിയെല്ലാം ഉണ്ട്. വൈഡിസെന്റ് ഇങ്ങനെ ഈ സ്ക്വയർ റൂട്ട് സൈഡ് കാണുന്ന പെരിക്കാർഡൈറ്റിസിലാണ്, ടാംബോണൈഡിലല്ല. ഓക്കെ. നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ, നിങ്ങൾ പറഞ്ഞ കൺഫ്യൂഷൻ വന്നതിൽ കാരണമുണ്ട്. അതെന്ന് വെച്ചാല് സ്ക്വയർ റൂട്ട് സൈഡ് കാണുന്നത് നമ്മൾ ഇതിലല്ലേ, ക്രോണിക് പെരിക്കാർഡൈറ്റിസിലല്ലേ? ഇതിന്റെ ആൻസർ റാപ്പിഡ് ഡിസെന്റ് ആണ്. നെഗറ്റീവ് തന്നെയല്ലേ? നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടും ആൻസർ വരും. രണ്ട് ആൻസർ ആയിരിക്കും. 2217 അല്ലേ? സ്മോൾ സൈൻ ആബ്സെന്റ് ആണ്. അപ്പൊ സ്മോൾ സൈനും ഉണ്ട്, റാപ്പിഡ് വൈഡിസെന്റ് ഉണ്ട്. അപ്പൊ സ്മോൾ സൈൻ എന്തായാലും ഉണ്ട്. റാപ്പിഡ് വൈഡിസെന്റ് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ചില കേസ്, ചില ഇതിലൊക്കെ അങ്ങനെ, ചില ബുക്കിലൊക്കെ അങ്ങനെ എക്സ്പ്ലനേഷൻ വായിച്ചിട്ടുണ്ട്, ജസ്റ്റ് റിലാക്സ് ചെയ്യുന്ന സമയം വരെ എന്നുള്ള. അപ്പൊ കുസ്മോൾ സൈൻ ആയിരിക്കും ഇതിൽ കൂടുതൽ കറക്റ്റ്. ഒന്നിൽ കൂടുതൽ ഇതിപ്പോ ഇങ്ങനെ ഒരു സിംഗിൾ ആൻസർ ആണ് കുസ്മോൾ സൈൻ എഴുതാം, രണ്ട് ആൻസർ ആണ് വൈഡിസെന്റ് കൂടി എഴുതാം. ഓക്കെ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ നല്ലതാണ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്കിനി ഈ ക്വസ്റ്റ്യൻസ് ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ആയി ഡിസ്കസ് ചെയ്തുകൊണ്ട് വായിച്ചിട്ട് വരിക. ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാൻ തൊട്ട് കേട്ടോ. അതിന്റെ കൂടെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് പെരിക്കാർഡൈറ്റിസിലെയും. പിന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ല എന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻസ്. ബെക്സ്ട്രയാഡിൽ ഏതാണെന്നാണ് ചോദ്യം. ഇതൊക്കെ അത് തന്നെയാണ്. ഹൈപ്പോടെൻഷൻ. ഓക്കെ. ബെക്സ്ട്രയാഡിൽ ഏതൊക്കെയാണ് ചോദ്യം? ഹൈപ്പോടെൻഷൻ ഉണ്ട്, നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ട്, പാരഡോക്സിക്കൽ പൾസ് ഉണ്ട്, സൈലന്റ് ഹാർട്ട് ഉണ്ട്, ടാക്കിക്കാർഡിയ ഇല്ല. ബെക്സ്ട്രയാഡ് കാർഡിയാക് ടാംബോണൈഡ് ഇൻക്ലൂഡ് 3 കറക്റ്റ് ആൻസർ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഹൈപ്പോടെൻഷൻ ഉണ്ട്, നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ട്, സൈലന്റ് ഹാർട്ട് ഉണ്ട്. ഈ പാരഡോക്സിക്കൽ പൾസ് ബെക്സ്ട്രയാഡിലില്ല, പക്ഷെ ടാംബോണൈഡിലുണ്ട് അല്ലെ? 3 പ്രധാന. ഈ ബെക്സ്ട്രയാഡ് എന്ന് പറയുന്നത് മഫിൾഡ് ഹാർട്ട് സൗണ്ട്, അതാണ് സൈലന്റ് ഹാർട്ട്. നെക്ക്, അതായത് JVP റൈസ്ഡാണ്, നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ, ഹൈപ്പോടെൻഷൻ. കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ ഈ സിമ്പിൾ ബെക്സ്ട്രയാഡ് പിന്നെ ഇങ്ങനെ ഇതായിട്ട് ചോദിക്കാറുള്ള സാധനമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. പേഷ്യന്റ് പ്രസന്റ് വിത്ത് ഇത് അതേ സാധനം തന്നെ. ഏതാണ്? കാർഡിയാക് ടാംബോണൈഡ്. നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഹൈപ്പോടെൻഷൻ, പിന്നെ ടാക്കിക്കാർഡിയ, എൻഗോജ് നെക്ക് വെയിൻ, JVP റൈസ്ഡ് അല്ലെ? അപ്പൊ ഇതിലാണ് കാർഡിയാക് ടാംബോണൈഡ്. അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ തോന്നുന്നു. 4 മണി ആകാനായി. എനിക്കിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇതിൽ എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കഷൻ മതിയോ, അത് ഇങ്ങനെ കോൺസെപ്റ്റ് പറഞ്ഞു പോകണോ? എന്താ വേണ്ടത്? കോൺസെപ്റ്റ് വേണം സർ. ഇതിൽ ഇന്നത്തെ ഇതില് വല്ലാണ്ട് കൺഫ്യൂഷൻ ഉണ്ടായോ? ഇല്ല സർ. അല്ല, നിങ്ങൾ കൃത്യമായിട്ട് പറയും. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യണേ, അല്ലെങ്കിൽ കുറച്ചും കൂടി പിന്നെ തിയററ്റിക്കലി പറയണമെന്നുള്ളത് പറയാനാ?
സർ തിയററ്റിക്കലി പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല ഇപ്പൊ തിയററ്റിക്കലി ഇന്നത്തെ നമ്മൾ പറയാത്തത് ഇന്നത്തെ ഡിസ്കഷൻ കുറച്ചുകൂടി ആയില്ല. ഇനിയിപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വായിക്കണം. ഇത് ഈ സാധനം നമ്മൾ എത്ര പഠിച്ചാലും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. ഇതൊരു 2-3 ദിവസം അടുപ്പിച്ച് വായിക്കണം ഇപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പൊ ആകെ ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം 2 ചോദ്യം കിട്ടുള്ളൂ, പരമാവധി ഒരു ചോദ്യമായിരിക്കും കിട്ടുക. പക്ഷെ ഇത് മുഴുവൻ പഠിക്കാതെ എഴുതാൻ പറ്റാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വേവിന്റെ പേര് മാത്രം ചോദിക്കും, വേവ് എന്തുകൊണ്ടാണ്, വേവ് എന്തുകൊണ്ടാണ്, എക്സോ അങ്ങനെ. അതല്ലാതെ JVP ഒക്കെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സിമ്പിൾ ടോപ്പിക് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണ്. JVP ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ ഈ 3 സാധനം കൂടി ഒറ്റ ക്വസ്റ്റ്യൻ ആയില്ലേ. പിന്നെ JVP, പെരിക്കാർഡൈറ്റിസ്, കാർഡിയാക് ടാമ്പണൈഡ്, പ്രസ്റ്ററ്റിക് കാർഡിയോമയോപ്പതി, ഇത് 4 കൂടി ചേർന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇത് മതി. വൈഡിസെന്റിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പം അവരുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, എനിവേ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെ സാറിനോട് പറഞ്ഞാൽ സാറ് പറയും. പിന്നെ ബാക്കി ഞാൻ ഏതെങ്കിലും ഒരു 3 to 4 ഏതെങ്കിലും ടൈമിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഡേ ടൈം ഞാൻ അത് സാറിനോട് നേരത്തെ പറയാം. കുറച്ചുകൂടി നേരത്തെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അടുത്ത 2 ക്ലാസ്സിൽ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഡോക്ടർ. നമുക്കിന്ന് വൈകിട്ടത്തെ ക്ലാസ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും 6 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നുകൊണ്ട് ഐശ്വര്യ ഡോക്ടർ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു.